വിഷൻ എന്താ? പൊളിറ്റിക്കൽ വിഷൻ ഐ ഡോണ്ട് ഹാവ് മച്ച് പൊളിറ്റിക്സ്. ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ്. ആക്ഷൻ സീൻസ് എപ്പോഴും വളരെ നന്നായി വരുന്ന എപ്പോഴെന്ന് വെച്ചാൽ ആ ഇമോഷൻ കണക്ട് ആക്ഷൻ ചെയ്യുമ്പോൾ ദ ആക്ഷൻ സീക്വൻസസ് ലുക്സ് ബിഗർ. സീരിയസ്ലി പറയാം, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. ഇതൊരു കുറച്ചാൾ കഴിഞ്ഞിട്ട് OTT വരുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. ഞങ്ങളുടെ രണ്ടും എന്റെയും മുരളിച്ചേട്ടന്റെയും മനസ്സിലുണ്ടായിരുന്നു ഇന്ദ്രൻസേട്ട് അത് ചെയ്താൽ നന്നാവുള്ളൂ. പിന്നെ ഇന്ദ്രൻസേട്ടൻ ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും ഭയങ്കര കിടന്ന ആക്ടറാണ്. ഒരു ഗുണ്ടാക്കിയ കാണുമല്ലോ ശരിക്കും പറയാം. അപ്പൊ ഈ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫിലിംസ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന അധിക പടങ്ങളിലും ഞാൻ ഒരു പാർട്ട് പ്രൊഡക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഇതിന് മുമ്പ് ചെയ്ത പടങ്ങളിലും ഞാൻ പാർട്ട് പ്രൊഡക്ഷൻ ആയിരുന്നു. സോ ഐ തോട്ട് ദിസ് ഓൾസോ ഷുഡ് ബി എ പാർട്ട് പ്രൊഡക്ഷൻ. അതാ ഇന്റർവൽ പഞ്ചിൽ കുറച്ച് കാളകളൊക്കെ ഉണ്ട്, 100 അതെ, അതെല്ലാം ഒറിജിനൽ കാളകളാണ്. അതിന് എന്നും CG സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അതില്. അതുകൊണ്ടാണ് അത് അങ്ങനെ. അപ്പം അതിനെയൊക്കെ ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് തുറന്നു വിടുക, ഇവരുടെ ഇടയിലോട്ട് ഓടുക. ആരി സാറൊക്കെ ആ സീക്വൻസിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉള്ളപ്പോൾ അറിയാനേറെ ഇമ്പം. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഞാൻ വളരെ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം അനന്തൻ കാട് മൂവി വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഹാപ്പിനെസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ വി ഹാവ് ദി വൺ ആൻഡ് ഓൺലി ഹീറോ ആര്യ, ദി ഡയറക്ടർ JN കൃഷ്ണകുമാർ ആൻഡ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അപ്പാനി ശരത്. വെൽക്കം ടു മൈ ഷോ. ഞാൻ ആക്ച്വലി ഇന്നലെ പടം കണ്ട് ഇറങ്ങി അപ്പൊ തന്നെ എന്റെ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ചോദിച്ചത് എനിക്ക് അനന്തൻ കാടിന്റെ ടീമിൽ ആരെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ബിക്കോസ് ഓഫ് ദാറ്റ് എക്സൈറ്റ്മെന്റ്. പക്ഷെ എനിക്കിന്ന് നിങ്ങൾ ഇത്ര പേര് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയ ഐ എം സോ ഹാപ്പി. പടത്തെ പറ്റി എനിക്ക് ഒരു വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത്ര അടിപൊളി ഒരു മാസ് എന്റർടൈനർ ആണ്. അപ്പോ ഇന്നലെ ഇറങ്ങി തിയേറ്റേഴ്സിൽ നിന്ന് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ്. സോ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ഫീലിംഗ് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ? വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ വി ആർ എക്സ്പെക്ടിങ്. സോ എല്ലാവരുടെയും ഹാർഡ് വർക്ക്, എല്ലാവരുടെയും ഒരു വലിയ സ്കെയിലിൽ എടുത്ത ഒരു പടമാണ്. സോ ആ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എടുത്ത പടമാണ് ഇത്. സോ ഓഡിയൻസിന്റെ റിയാക്ഷൻ കാണുമ്പോൾ വെരി വെരി ഹാപ്പി. ഭയങ്കര സന്തോഷം. അപ്പൊ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോ ആക്ടേഴ്സ് ഓക്കെ, പക്ഷെ നമ്മള് ഇത്രയും വലിയ മൂവീസ്, മാസ് മൂവീസ് ഒത്തിരി മലയാളത്തിൽ ഇപ്പം വരുന്നുണ്ട്. പക്ഷെ അനന്തൻ കാടിനെ ഡിഫറെന്റ് ആക്കി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോ സ്പോയിലർ ആയി പോകും. പക്ഷെ ഒരു ഡയറക്ടർ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ് സക്സസ്? ഇതിന്റെ ഓരോ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് തിയേറ്ററിൽ കാണുന്നതിനെ പറ്റിയാണ് ഞാൻ ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസിന് റിലീസിന് മുമ്പ് എല്ലാം ഞാൻ പറഞ്ഞിരുന്നത് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇപ്പോ തിയേറ്ററിൽ ആളുകൾ കണ്ടിട്ട് ഭയങ്കര നന്നായിട്ടുണ്ട്. ഓരോ സീക്വൻസുകളും പിന്നെ തുടക്കത്തിലുള്ളത് ഇന്റർവൽ പഞ്ചും അങ്ങനെയുള്ള വലിയ വലിയ ക്യാൻവാസും വലിയ സീക്വൻസുകളാണ്. അപ്പൊ എനിക്കും ഇത് കണ്ടിട്ട് ആളുകൾ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള സീക്വൻസ് കണ്ടിട്ട്, കാരണം കുറച്ച് VFX ഉള്ള ഇന്റർവൽ പഞ്ചും ഒക്കെ അതെല്ലാം എങ്ങനെ അത് ആളുകൾ എടുക്കുന്നു എന്നുള്ളത് കാണാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടമായി, നന്നായിട്ട്, വളരെ സന്തോഷം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെയുള്ള സീക്വൻസുകൾ ഇതിനകത്തുള്ള പല സീക്വൻസുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയാം ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഇത് ഇങ്ങനെ വരണം എന്നുള്ളതായിരുന്നു. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ മൂവിയില് ഇപ്പോ നമ്മൾ പറയുമ്പോ ഭയങ്കര മാസ് ത്രില്ലർ, നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും, മാസ് എന്റർടൈനർ ആണ്. ഇപ്പൊ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിൽ ഒന്നാണ് അപ്പാനി ചേട്ടന്റെ ക്യാരക്ടർ. നമുക്ക് എന്താ പറയാ, തിയേറ്ററിൽ കാണുമ്പോ തന്നെ നമ്മളിൽ ഒരാളായിട്ടെങ്കിലും നമുക്ക് ആ ഒരു ഫേസ് കാണാൻ പറ്റും. അപ്പൊ ചേട്ടൻ ഇതിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ ഇറങ്ങി കഴിഞ്ഞപ്പോ മീറ്റ് ചെയ്തോ? കാര്യം എന്നോട് ഇതിന്റെ സബ്ജക്ട് പറയുന്ന സമയം തൊട്ടേ ജാക്സനെ കുറിച്ച് ഫസ്റ്റിലെ തന്നെ സംസാരിക്കുന്ന സമയം തൊട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. ഈ സിനിമ അഭിനയിക്കാനാണെങ്കിലും
ഇതിന്റെ ഷൂട്ടിംഗ് ടൈമിലും ഒക്കെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ റിലീസിന് ഞാനിങ്ങനെ എപ്പോഴും വെയിറ്റ് ചെയ്യും. സാറിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, സാറേ എന്നാ റിലീസ്, എന്തായി എന്നുള്ളത്. അങ്ങനെ ഒരു സ്പെഷ്യൽ സിനിമയാണ് എന്നെ സംബന്ധിച്ച്. എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അങ്കമാലി ഡയറീസിൽ എൻ്റെ ആദ്യത്തെ ഒരു കഥാപാത്രത്തിന് ശേഷം കുറച്ചൊക്കെ സിനിമകൾ ചെയ്തു. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ലൈഫിൽ ഇതുവരെയുള്ള എൻ്റെ ഒരു ആക്ടിങ് കരിയറിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ ജാക്സൺ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. അത് മാത്രമല്ല ഇതിന്റെ എന്റെ കോ ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ മുരളിച്ചേട്ടനാണെങ്കിലും നമ്മളെ ഒരു എന്താ പറയാ ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. ഇപ്പൊ ഞാനൊരു തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആളായതുകൊണ്ട് ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് തന്നെയായിരുന്നു. ഓരോ സീനിനെ കുറിച്ചും നമുക്ക് വളരെ ക്ലാരിറ്റിയോടെ എക്സ്പ്ലനേഷൻ ചെയ്യും. ഞാനിതിൽ സിനിമ കണ്ടെങ്കിൽ മനസ്സിലാവും ഡ്രം വായിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതിന്റെ സബ്ജക്ട് പറയുമ്പോൾ തന്നെ പറഞ്ഞു, ശരത് ഡ്രം മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഷൂട്ടിംഗ് അല്ലേ, ഡ്രം അല്ലേ, ആക്ഷൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊട്ടിയാൽ മതി എന്ന രീതിക്ക് ഞാൻ നിന്നു. പക്ഷെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മുരളിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു, ശരത് നീ പഠിച്ചതൊന്ന് അയച്ചതാന്ന് പറഞ്ഞു എനിക്ക് വാട്സപ്പിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ ഞാൻ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഒരു 3 മാസം കൊണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പഠിച്ചെടുത്തു. സെറ്റിലെത്തിയിട്ട് സാറിങ്ങനെ ഡ്രം ഒക്കെ കൊണ്ട് തന്നു. പിന്നെ അത് ലൊക്കേഷനിൽ ഓരോ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും മുമ്പേ തന്നെ ഡ്രം പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഒരു ജേണി ആയിരുന്നു ആ ക്യാരക്ടർ ചെയ്യാനായിട്ട്. വലിയ സന്തോഷം തോന്നി. പിന്നെ കുറെ ആക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം. കുറെ ആക്ടേഴ്സ് ഉണ്ട്, പല ലാംഗ്വേജിലുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ആര്യ സാറ് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. അപ്പം അദ്ദേഹത്തിനൊപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അത് അങ്ങനെ എല്ലാരും കൂടെ വന്നപ്പോ അത് നന്നായിട്ട് വന്നു. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ വെരി ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ്, കുറെ ആക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിന്റെ പ്രസന്റ് ചെയ്യുന്ന ടീമാണെങ്കിലും ഡയറക്ഷൻ നമുക്ക് ടിയാൻ പോലുള്ള വലിയ മൂവീസ് തന്ന സാറ്, അതുപോലെ മുരളി ഗോപി, നമ്മള് സാറിന്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ഇസ് ഹ്യൂജ്. അപ്പോൾ ഈ എക്സ്പെക്ടേഷന്റെ ഒരു ടെൻഷനോ പ്രഷറോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ ബിഫോർ റിലീസ്? ടെൻഷൻ ഇപ്പൊ പൊതുവെ ഒരു പടം നമ്മ ടെൻഷൻ, ഇവര് ചെറിയ പടം എടുത്താലും വലിയ പടം എടുത്താലും ആർക്കായാലും ആ ടെൻഷൻ ഉണ്ടാവും. പടം നന്നായി ഓഡിയൻസിന് റീച്ച് ആണെന്നുള്ള ഒരു ടെൻഷൻ. നമ്മ എടുത്തത് ഒരു ഒരു എക്സ്പെക്ടേഷന് കൂടി വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്. സോ ആ എക്സ്പെക്ടേഷൻ മീറ്റ് ആയിട്ടുണ്ടോ, ടാർഗറ്റ് ഓഡിയൻസിന് ആ പടം പോയി ചേർന്നിട്ടുണ്ടോ, ഇങ്ങനത്തെ കുറെ ടെൻഷൻസ് ഉണ്ടാവും. സോ ഇറ്റ്സ് വെരി നാച്ചുറൽ. ചേട്ടൻ ബിഗ് ബോസിന് ശേഷം ഒരു നല്ലൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇത്രയും നല്ലൊരു മൂവിയിലേക്ക് വന്നത്. ആൻഡ് ഈ ഒരു കഥയ്ക്ക് വേണ്ടി ചേട്ടൻ ഇങ്ങനെ ഒരു മാസ് എന്റർടൈൻമെന്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നോ ശരിക്കും? ഈ സിനിമയ്ക്ക് വേണ്ടിട്ടോ ഇങ്ങനെ ഒരു മാസ് സ്റ്റോറി ചെയ്യണം എന്ന് ചേട്ടന്? തീർച്ചയായും വരും. നമുക്ക് എപ്പോഴും നല്ല സിനിമകളുടെ ഭാഗമാകാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ ആക്ച്വലി ബിഗ് ബോസിലേക്ക് ഞാൻ പോയത് അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പം പിന്നെ എന്നോ എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അതിന് മുമ്പ് ചെയ്ത സിനിമയാണ് അനന്തൻകാട്. ഞാൻ ഈ സിനിമ ചെയ്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ചെയ്ത സിനിമയാണ് അനന്തൻകാട്. ശരിക്കും ഇപ്പോഴും നമ്മൾ ഇപ്പൊ അനന്തൻകാട് കഴിഞ്ഞു, ഇനിയും ഇതുപോലെയുള്ള നല്ല സിനിമകൾ തേടി എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. എനിക്കൊന്ന് അനന്തൻകാട് ചെയ്യുന്ന സമയത്ത് അത് മാത്രമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ട്, വേറെ ഒരു സിനിമയും ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. ഒരുപാട് ഡേറ്റ് ഉണ്ടായിരുന്നു ഷൂട്ട്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും അതിന് ശേഷവും അനന്തൻകാടിന് ശേഷവും വന്ന സിനിമകളൊന്നും അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. എല്ലാം വെയിറ്റ് ചെയ്തിരുന്നത് അനന്തൻകാടൊന്ന് റിലീസ് എത്തിയിട്ട് ജനങ്ങളുടെ ഒരു നമ്മളും ഇപ്പൊ എടുത്തൊരു പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്ന് ആൾക്കാർക്കൊന്ന് വിലയിരുത്തട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയും എത്ര വേണോ കാത്തിരിക്കാൻ തയ്യാറാണ്. നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. കമ്മിങ് ടു ആര്യ സർ, ആര്യ സർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് പെട്ടെന്ന് നമ്മളെ മദ്രാസി പട്ടണത്തിലെ പൂക്കൾ പൂക്കും തരണം സോങ്, അതുപോലെ രാജാറാണി, ഇങ്ങനത്തെ റൊമാൻറ്റിക് മൂവീസ് ആണ് കുറച്ചും കൂടെ നമുക്ക് ആര്യ സാറിനെ ഇഷ്ടപ്പെടാനും കാണാനും ഇഷ്ടം. ഇങ്ങനത്തെ ഒരു റോളിലെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു ഹീറോ ക്യാരക്ടർ, ഒരു മാസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ സാറിന് അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നോ? അയ്യോ ഞാൻ ഇങ്ങനത്തെ റോൾസ് ചെയ്യുമ്പോ? ഇല്ല, ഇങ്ങനെ തമിഴിൽ ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇപ്പൊ ആക്ഷൻ ഫിലിംസും ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഇന്റൻസ് ആയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ക്യാരക്ടർ വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഒരു പവർഫുൾ ഒരു പാസ്റ്റ്, ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് you'll have to carry that mood. So ആ mood I think കൃഷ്ണകുമാർ സാർ ആൻഡ് മുരളി ഗോപി കറക്റ്റ് ആയിട്ട്
മൂഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതാണ് മൂഡ്, ഇതാണ് ഇത് ഇവന്റെ ഒരു ക്യാരക്ടർ ആർക്ക്. സോ ഇതൊക്കെ പറഞ്ഞ് ചെയ്യുമ്പം ഇറ്റ് വാസ് ഡിഫറെന്റ് ടു മീ. ലൈക്ക് മദ്രാസ് പട്ടണം പോലെയും രാജാറാണി ഇല്ലാത്ത പോലെ ഒരു വേറെ ഒരു മൂഡിൽ ഒരു സീരിയസ് ആയ ഇന്റൻസ് ആയ ഒരു ക്യാരക്ടർ. സോ ആസ് ആൻ ആക്ടർ ഐ thoroughly enjoyed. മലയാളം മൂവീസ് പിക്ക് ചെയ്യുന്നതിൽ സാറിന് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ പോലെ ഉണ്ടോ? അങ്ങനെയല്ല, ഇതൊരു വലിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ലൊരു സ്ക്രിപ്റ്റ്. ആൻഡ് ഇതിൽ ഞാൻ തമിഴാണ് സംസാരിക്കുന്നത്. സോ ഐ തോട്ട് ഇറ്റ് ബി ഈസിയർ ഒരു മലയാള ഫിലിമിലേക്ക് ഒരു തമിഴ് ക്യാരക്ടർ ആയിട്ട് വരുന്നത്. പീപ്പിൾ ഓഡിയൻസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കോൺഫിഡൻസ് കണക്ട് ചെയ്യാൻ പറ്റും. അത് മലയാളം പാടാണോ പറയാൻ? ഇത് പാടല്ല. ഇപ്പൊ മറ്റുള്ള പടം ചെറിയ ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഡബിൾ ബാരൽ, ഗ്രേറ്റ് ഫാദറിലൊക്കെ അഭിനയിച്ചപ്പോ അതെല്ലാം മലയാളം ഡയലോഗ്സ് ആയിരുന്നു. സോ പാടല്ല. ബട്ട് വെൻ യു ആർ കമ്മിങ്, ഇത് യഥാർത്ഥമായി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയതാ. സോ ഇറ്റ് വാസ് നൈസ്. സോ തമിഴിലും വളരെ റിലേറ്റബിൾ ആയ ഒരു സ്ക്രിപ്റ്റ് ആണ്. സോ 2 ലാംഗ്വേജിലും ഈ പടം വർക്കാവും. സോ അങ്ങനത്തെ ഒരു മോഡിൽ ചെയ്ത പടം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡബിൾ ബാരൽ, ഗ്രേറ്റ് ഫാദറിലൊക്കെ സാറിന്റെ ഒരു പ്രൊഡക്ഷൻ ഫേസും കൂടെ ഉണ്ട്. ഇതിനും ഒരു പ്രൊഡക്ഷന്റെ ഒരു പാർട്ടുണ്ട്. അപ്പൊ വേർ വാസ് ദിസ് പോയിന്റ് കെയിം ഇൻ ടു യുവർ മൈൻഡ്? ഇത് എനിക്ക് പ്രൊഡക്ഷൻ ചെയ്താൽ കൊള്ളാം എന്നൊരു, അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ഒരു പാർട്ട് ആയാൽ കൊള്ളാം എന്നുള്ള ഒരു ചോയ്സ് വന്നത് ഇത് ഹീറോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണോ? അതിനുശേഷമാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന അധിക പടങ്ങളിലും ഞാൻ ഒരു പാർട്ട് പ്രൊഡക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഇതിന് മുമ്പ് ചെയ്ത പടങ്ങളിലും ഞാൻ പാർട്ട് പ്രൊഡക്ഷൻ ആയിരുന്നു. സോ I thought this also should be a part of production. അത് deliberately എടുക്കുന്ന decision to be part of that whole movie, production side-ഉം action side-ഉം എന്നുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് റെസ്പോൺസ് ഫ്രം ആരുടെ സൈഡിൽ നിന്നായിരുന്നു ഈ മൂവി കണ്ടിറങ്ങിയതിന് ശേഷം? ദി ഫസ്റ്റ് റെസ്പോൺസ് ആരുടെ സൈഡിൽ? അല്ല, ഞങ്ങള് തിയേറ്ററിൽ തന്നെയാണ്. തിയേറ്ററിൽ പോയി എല്ലാവരും ഇന്നലെ ഉണ്ടായിരുന്നു, തിയേറ്ററിലുണ്ടായിരുന്നു. അവിടുന്നാണ് ഫസ്റ്റ് റെസ്പോൺസ് കിട്ടുന്നത്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവിടുന്ന് തിയേറ്ററിൽ പോയിട്ടാണ് കൂടുതലും. പിന്നെ നമ്മൾ വിളിക്കുന്ന ഒരാള് നമ്മുടെ ഇൻഡസ്ട്രിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നവര്, നമുക്ക് ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്താരെങ്കിലും അങ്ങനെ ഒരുപാട് വിളിക്കുന്നുണ്ട്. ഒരുപാട് കോൾസ് ഇങ്ങനെ വരും. അത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയത് തിയേറ്ററിൽ പോകുമ്പോ അവരിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആണ്. എനിക്ക് സാർ പോയായിരുന്നോ തിയേറ്റർ വിസിറ്റ്? ഇന്നലെ ഫസ്റ്റ് ഷോ പോയിരുന്നു. വെരി എക്സൈറ്റിംഗ്. വെരി ഓഡിയൻസിന്റെ റെസ്പോൺസ് വളരെ നന്നായിട്ടുണ്ട്. തമിഴില് ഇങ്ങനെ നമ്മൾ തിയേറ്റർ റെസ്പോൺസ് അറിയാൻ വേണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഇനി പോണം. ഇത് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് ഇനി പോണം എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പാനി ചേട്ടൻ ആരെങ്കിലും അങ്ങനെ ഞാൻ രാവിലെ വരുമ്പോഴും ഫോണിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, പടം കണ്ടു, പടം നന്നായിരുന്നു. ഇന്നലത്തെ റിപ്പോർട്ടാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലീസ് കയറുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ ഈ ഒരു വയലൻസ്, ഒരു ഡാർക്ക് ഫാമിലീസ് കയറുന്നുണ്ട്. പക്ഷെ മൊത്തം ഫാമിലീസ് തിയേറ്ററിൽ കയറുന്നുണ്ട്. പിന്നെ രാവിലെയൊക്കെ ആയിട്ട് ഫാമിലീസ് കയറുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഒത്തിരി മെസ്സേജും ഒത്തിരി കോളും വന്നു. സിനിമയെ കുറിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ എല്ലാവരും കാണണം എത്രയും പെട്ടെന്ന്. ഇത് സീരിയസ്ലി പറയാം, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. ഇതൊരു കുറച്ചാൾ കഴിഞ്ഞിട്ട് OTT വരുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. അപ്പൊ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ജെന്യൂൻ ആയിട്ട് ഉള്ള അഭിപ്രായം പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഞങ്ങൾ അതിനാണ് വെയിറ്റിംഗ്. ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഞങ്ങളിപ്പം ഒരുപാട് പേര്, ഒത്തിരി ആക്ടേഴ്സ്, ഒത്തിരി ക്രൂ ഉണ്ട്. ഒരുപാട് നാളത്തെ എഫേർട്ടാണ്. അപ്പൊ അവർക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു തിയേറ്റർ റെസ്പോൺസ് ഇതാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തിയേറ്ററിൽ പോകണം, സിനിമ കാണണം. പടം ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഡേയ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ വരാൻ പോവാണ്. അപ്പം വീക്കെൻഡ് ആണ്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഉറപ്പായിട്ട്. കാരണം ഇന്നലത്തെ തന്നെ റെസ്പോൺസ് ആണ് അത്രയും ഹ്യൂജ് റെസ്പോൺസ്. എനിക്ക് തോന്നുന്നു മൂവീസിൽ റിവ്യൂ പറയുന്ന ഇപ്പൊ നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ റിവ്യൂസ് ഒത്തിരി വേണം. അതിലും എനിക്ക് പെക്യുലർ ആയിട്ട് തോന്നിയ നമ്പർ 1 ഓപ്പൺ ആയിട്ട് റിവ്യൂ പറയുന്നവർ പോലും ലൈക്ക് മൂവി അത്ര ഓപ്പൺ ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു. അതിന് പോസിറ്റീവ് റിവ്യൂ ആണ്. സാർ കണ്ടായിരുന്നോ റിവ്യൂസ്? അത്ര പോസിറ്റീവ് ആണ്. അപ്പൊ എനിക്ക് ഐ ഹോപ്പ് ഈ വീക്കെൻഡിൽ എന്തായാലും ഹൗസ്ഫുൾ ആയിട്ട്. ആക്ച്വലി അവരെല്ലാരും ആദ്യ ഷോ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവരവരുടെ ഒരു അഭിപ്രായം ജെന്യൂൻ ആയിട്ട് പറയും. നമുക്ക് ഇനി ഫാമിലീസ്, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ട്രിവാൻഡ്രത്തിന്റെ ഒരു ബയോഗ്രാഫി കഥ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കുറെ പാവം ജീവിച്ചിരുന്ന കുറെ മനുഷ്യരുടെയൊക്കെ കണക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് നമ്മളെ ഈ സിനിമയ്ക്കകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന എല്ലാവരും കൂടെ തിയേറ്ററിൽ പോയി സിനിമ കാണണം, ജനങ്ങൾ സിനിമ കാണണം.
എന്നാൽ മാത്രമാണ് നമുക്കതൊരു സന്തോഷം കിട്ടുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും ഈ ഇറങ്ങി അങ്ങോട്ട് സിനിമ കാണുക പോയിട്ട്. അതെ, വീക്കെൻഡ് അല്ലേ പോയി കാണാൻ പറ്റിയ, കാരണം അത് ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഇപ്പൊ ത്രില്ലേഴ്സ് കൂടുതലും ഫാമിലീസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ പിന്നെ ഇത് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഒരു ജോണർ ആണ് പോകുന്നത്. പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്നവർക്കും ത്രില്ലേഴ്സ് ഏത് ജോണർ ഇഷ്ടപ്പെടുന്നവർക്കും ഈ മൂവിയിൽ ഒരു പ്ലേസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് സാറിനോട് ചോദിക്കുമ്പോൾ there will be one day when മുരളി ഗോപി സർ അപ്രോച്ചഡ് യു. അത് ശരിക്കും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കുമല്ലോ. ഇത്രയും വലിയൊരു ഡയറക്ടർ സാറിനെ അപ്രോച്ച് ചെയ്തു. യു റിമെമ്പർ ദ ഡേ? ആ ഒരു സമയത്ത് ഇല്ല, മുരളി ചേട്ടനുമായിട്ട് ഇതിനു മുന്നേ ടിയാൻ ചെയ്തു. അതിനു മുമ്പ് എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ മുരളി ചേട്ടൻ ആ സമയം മുതലേ മുരളി ചേട്ടനായിട്ട് ഒരു അടുപ്പമുണ്ട്. അപ്പൊ ഞങ്ങള് സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഞങ്ങൾ ഇല്ലാതെ സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതെ, അപ്പം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. മിക്കവാറും ഫ്രീ ടൈമിലെല്ലാം ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അപ്പം വരുന്ന തോട്ടുകളിലാണ് ഈ സിനിമകളും ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ അത് മുരളിച്ചേട്ടൻ അങ്ങനെ മാറി എന്റെ ഒരു ബ്രദറിനെ പോലെയാണ്. അപ്പൊ അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല. ഞങ്ങൾ സ്ഥിരം, അതെ, അപ്പൊ ഇതിനു മുന്നേയും ഇതിന് ശേഷവും ഒക്കെ ആ ബന്ധം ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഇനി അതുപോലുള്ള സിനിമകൾ ചിലപ്പം ഉണ്ടായേക്കാം. സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു കണക്ഷൻ അല്ല. അപ്പൊ ചില സിനിമകൾ ചെയ്യണമെന്ന് തോന്നും, അങ്ങനെ ഉണ്ടാവുന്നതാണ് സിനിമ. റാൻഡം ആയിട്ട് ഉണ്ടായ ഒരു തോട്ടിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു, അതെ അതെ. മുരളിച്ചേട്ടന്റെ കുട്ടിക്കാലത്ത് മുരളിച്ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടുമുറന്ന കുറെ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ സിനിമ ഉണ്ടാവുന്നത് തന്നെ. ഈ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ആര്യ സർ അധികം പൊളിറ്റിക്കൽ ഡ്രാമാസോ പൊളിറ്റിക്കൽ ത്രില്ലേഴ്സോ ചെയ്തിട്ടില്ല. സോ വാട്ട് ഈസ് യുവർ പൊളിറ്റിക്സ്? എന്താ സാറിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ വിഷൻ എന്താ? Political vision, I don't have much politics. I'm not into politics. ഈ മൂവിയിലപ്പോ എന്താ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോ ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് ആണ്. ഇറ്റ്സ് ഓൺലി പൊളിറ്റിക്കൽ ഡ്രാമ അല്ല ഇത്. ഇതില് ഇവർ പറയുന്ന ഒരു ലൈഫിൽ ആ പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ഒരു കഥയാണ്. സോ ഇറ്റ്സ് മോർ ടു ഡു വിത്ത് ഈ ക്യാരക്ടേഴ്സിന്റെ ലൈഫിൽ എന്ത് നടക്കുന്ന, ആ പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് എന്ത് നടക്കുന്നില്ലാന്ന് കഥ. സോ ഇറ്റ്സ് മോർ ടു ഡു വിത്ത് ഇമോഷൻ ഈ പടത്തിൽ. സോ പക്ഷെ സാർ ചെയ്ത ആക്ഷൻ മൂവീസിനേക്കാളും ആക്ഷൻസ് ഉണ്ട് ഈ മൂവിയിൽ വരുമ്പോ. ചേട്ടനാണെങ്കിലും ജാക്സൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനും ആക്ഷൻ സീക്വൻസുകൾ വരുന്നുണ്ടല്ലോ. നിങ്ങളൊരു ഗുണ്ടാ ഗ്യാങ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു അങ്ങനത്തെ ഒരു ജോണർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആക്ഷൻ ചെയ്ത് ഒരു ഡിഫറെന്റ് ആക്ഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീൻ ചെയ്യുന്ന സമയത്ത് ആക്ഷൻ ചെയ്യാനുള്ള ഒരു ഇതെന്തായിരുന്നു മോട്ടിവേഷൻ? അല്ലെങ്കിൽ നോർമലിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പൊ ഒരു കോൺഷ്യസ് ആയിരുന്നു ഇങ്ങനെ ആക്ഷൻ മൂവീസ്? അതല്ല, ഒരു ആക്ഷൻ സീൻസ് എപ്പോഴും വളരെ നന്നായി വരുന്ന എപ്പോഴെന്ന് വെച്ചാൽ ആ ഇമോഷൻ കണക്ട് ആക്ഷൻ ചെയ്യുമ്പോൾ ദ ആക്ഷൻ സീക്വൻസസ് ലുക്സ് ബിഗർ. സോ ആ ഇമ്പാക്ട് വളരെ അധികമായിരിക്കും. സോ ഈ പടത്തില് ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്നത് ആ കറക്റ്റായ ഇമോഷണൽ മൊമെന്റിലാണ് വരുന്നത്. സോ ദാറ്റ്സ് വൈ പടത്തിലെ ആക്ഷൻ അത്രയും ഒരു ഇമ്പാക്ട് ഉള്ളത്. തീർച്ചയായും ഇപ്പൊ എന്റെ തന്നെ കുറെ സീക്വൻസിലൊക്കെ അങ്ങനെ ഒരു ആക്ഷൻ രംഗങ്ങൾ വരുന്നത് സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഇത് ഷൂട്ടിങ് ഓരോ സീൻ നമുക്ക് സ്ക്രിപ്റ്റ് ക്ലിയർ ആയിട്ട് അറിയാതുള്ള അടുത്ത ആ സീനിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം ആ ഒരു ഇന്റൻഷൻ കിട്ടുന്നോണ്ടാണ് ആക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അല്ല, വെറുതെ ഒരു ഫൈറ്റിന് വേണ്ടി നമ്മൾ ഫൈറ്റ് മാസ്റ്റർ കൊറിയോഗ്രാഫ് ചെയ്തതല്ല. ഫൈറ്റ് ആണെങ്കിൽ പോലും അത് അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുക. അതിന് ആവശ്യമുണ്ട്, ഫൈറ്റിനും ഒരു ആവശ്യം. നമ്മളെ സിനിമയെ സംബന്ധിച്ച് ഇന്റർവെൽ ഫൈറ്റ് ആണ് ഏറ്റവും ഒരു തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റ്. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ആ ഫൈറ്റിനെ കുറിച്ച് വളരെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാവരും. അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത് കുറെ ദിവസം രാത്രിയിൽ ഒരു 15 ദിവസത്തോളം എടുത്തില്ല സാർ. നൈറ്റ് മാത്രം ഷൂട്ട് ചെയ്തേ. കുറെ ക്രൗഡും കുറെ വലിയ ഇതൊക്കെ ആയിരുന്നു. സാറ് നല്ല ഫൈറ്റ് ആയിരുന്നു അവിടെ. ക്രൗഡായിട്ടും ഫൈറ്റ് ആയിരുന്നു. അതൊക്കെ തിയേറ്ററിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച. നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കും ഈ സീനുകളൊക്കെ കാണാനായിട്ട്. അപ്പൊ എന്നിട്ട് അപ്പോഴേ ആലോചിക്കും ഇത് സ്ക്രീനിൽ എന്തായിരിക്കും, ഇതിന്റെ ഒരു വലിപ്പത്തിൽ കാണുമ്പോ എങ്ങനെയായിരിക്കും. ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് നല്ല അഭിപ്രായം പറയുമ്പോൾ പിന്നെ അതെല്ലാം മാസ് ആക്ഷൻ പടം എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ആൾക്കാർ പടം കണ്ടിട്ടൊക്കെ കണ്ണ് നിറഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇമോഷണൽ ആയി പോയി. അതാ ഞാൻ പറഞ്ഞ എല്ലാ സീക്വൻസിലും ഇപ്പൊ അവസാനത്ത് നമ്മളെ ആ ഒരു 4 പേര് കഥ പറയുന്നില്ല, സ്പോയിലർ ആയി പോകുന്നുള്ളത്. എന്നാലും അത് കാണുമ്പോഴും വലിയ സന്തോഷം. എന്താ ആൾക്കാരെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞ ആക്ഷൻ പടമല്ലേ, അവസാനം
അത് അവർക്ക് അത്രയും ഹൃദയത്തിലോട്ട് ആ സിനിമ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ എടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു എന്നുള്ളതാണ്. ഈ പോസ്റ്റർ എനിക്ക് ഭയങ്കര, ഇവൻ മൂവിക്ക് മുന്നേ പോസ്റ്റർ കണ്ട സമയത്ത് ഓക്കെ നാച്ചുറൽ ഒരു പോസ്റ്റർ, ആര്യ സർ ഹീറോ, എല്ലാവരും ഉണ്ട്, ക്യാരക്ടേഴ്സ് ഒക്കെ ഓക്കെ. പക്ഷെ മൂവി കഴിഞ്ഞിറങ്ങുമ്പോ ദിസ് പോസ്റ്റർ ഡെഫിനറ്റ്ലി മേക്സ് എ സെൻസ്. ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിന്റെ റോൾസിനും ഒരു സെൻസ് ഉണ്ട്. അപ്പൊ അതിലെടുത്ത് പറയുകയാണെങ്കിൽ ഇന്ദ്രൻ സേട്ടനെ നമ്മൾ കണ്ട ഒരു ക്യാരക്ടർ, ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറേ അല്ല ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആട് 3 ഒരു ആശാൻ റോള് കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ആശാൻ എനിക്ക് ഐ ആം ക്യൂരിയസ് ടു നോ ഇന്ദ്രൻ സേട്ടനെ ഇങ്ങനെ ഒരു ഷെയ്ഡിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഈ നേരത്തെ പറഞ്ഞല്ലോ ഇന്ദ്രൻ സേട്ട് ഇത് എഴുതി തുടങ്ങുന്ന സമയത്തെ ഇന്ദ്രൻ സേട്ട് മൈൻഡിലായിരുന്നു. ഇതിനകത്ത് ഉണ്ടായിരുന്ന ആളാണ്. മീൻസ് ആ സമയത്ത് സംസാരിച്ചു. കാരണം ഇന്ദ്രൻ സേട്ടിന് ഏകദേശം ഒരു 100 ദിവസത്തെ ഡേറ്റ് വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ നേരത്തെ ഷൂട്ടിങ്ങിന് ഒരു 7-8 മാസം മുന്നേ ഇന്ദ്രൻ സേട്ടിനോട് പറഞ്ഞ് ഈ ക്യാരക്ടർ പക്ഷെ ഞങ്ങളുടെ എന്റെയും മുരളിച്ചേട്ടന്റെയും മനസ്സിലുണ്ടായിരുന്നു ഇന്ദ്രൻ സേട്ട് അത് ചെയ്താൽ നന്നാവുന്നു. ഇന്ദ്രൻ സേട്ടിന് ഇത് കഥ കേൾക്കുമ്പോൾ ഞാനാണ് അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഇന്ദ്രൻ സേട്ടനൊക്കെ അത് ആ ഫസ്റ്റ് ഡേ തന്നെ ഇതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് അങ്ങ് മാറുകയും ഞാൻ വളരെ അതെ നമ്മുടെ ജഡ്ജ്മെന്റ് അത് വളരെ കറക്റ്റ് ആയിരുന്നു. പിന്നെ ഇന്ദ്രൻ സേട്ടൻ ഇവിടത്തെ മലയാളത്തിലെ ഏറ്റവും ഭയങ്കര കിടന്ന ആക്ടറാണ്. അത് എന്ത് വേണോ ചെയ്യാൻ പറ്റും. ഇപ്പൊ അതെ അപ്പൊ ഇന്ദ്രൻ സേട്ടൻ ഇപ്പൊ ഇതിന് കൃഷ്ണൻകുട്ടി കണ്ടിട്ട് ചിലപ്പോ ഇനിയിപ്പോ നാളെ വേറെ കാണും. ഇപ്പൊ വേറൊരു സിനിമ വേറൊന്നായിരിക്കും കാണുന്നത്. അപ്പൊ അത് കൃഷ്ണൻകുട്ടി ആവും. എന്തും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അത് ഇന്ദ്രൻ സേട്ടന്റെ എളിമകൊണ്ട് ഇന്ദ്രൻ സേട്ടൻ അത് അല്ലാന്ന് പറയുന്നേ ഉള്ളൂ. ഞങ്ങള് പാവമായിട്ട് കണ്ട ഇന്ദ്രൻ ചേട്ടന്റെ ഒരു വേറെ ഷെയ്ഡിലേക്ക് ചിലപ്പോ ഇനി നമ്മൾ ഇന്ദ്രൻ ചേട്ടന്റെ അങ്ങനത്തെ ഫേസസും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അല്ല അതാണ് ഇപ്പൊ നമ്മള് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. നിറയെ ക്യാരക്ടേഴ്സ് ആണല്ലോ ഇന്ദ്രൻ സേട്ടൻ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത്. അതെ 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 നമ്മളൊക്കെ എന്താ പറയാ തിയേറ്ററിൽ ഇരിക്കുമ്പോ ഇത്രയും മാസ് ഹീറോസ് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടനും ആ സ്ക്രീൻ സ്പേസിൽ വന്ന് നിൽക്കുമ്പോ നമുക്ക് വരുന്ന ഒരു ഗൂസ് ബംസ് തകർത്തു പറഞ്ഞിട്ടും എല്ലാം കൃഷ്ണൻകുട്ടി കരയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് കൃഷ്ണൻകുട്ടി ചേട്ടൻ തന്നെയായിരുന്നു അദ്ദേഹം. തങ്കണ്ണനും മുരളിയും ചേട്ടനും എല്ലാം. സാറിന്റെ സെറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബിക്കോസ് മലയാളത്തിൽ ഇങ്ങനെ ഒരു ആക്ഷൻ മൂവി ഫസ്റ്റ് ടൈം ആണല്ലോ, ഒരു ഹീറോ ലീഡ് നിന്നിട്ട്. അപ്പൊ വർക്കിംഗ് വിത്ത് പാപ്പാനി ചേട്ടൻ എല്ലാരും ആ സെറ്റ് എങ്ങനെയായിരുന്നു? ഭയങ്കര എൻജോയ് എല്ലാരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റ് ആണ്. സോ വർക്ക് ചെയ്യുമ്പോൾ ദേ ആർ വെരി വെരി ഫോക്കസ്ഡ്. അല്ലാത്ത ടൈമിൽ വെരി ഫ്രണ്ട്ലി, വെരി ഹാപ്പി സെറ്റ്. ഒരു വലിയൊരു ടെൻഷൻ ഒന്നും ഇല്ലാത്ത ഒരു സെറ്റ് ആയിരുന്നു. തമിഴ് ഓഡിയൻസിനും കൂടെ എനിക്ക് തോന്നുന്നു ഈ മൂവി കുറച്ചും കൂടെ കാണാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ബൈലിംഗ്വൽ ആണല്ലോ, 2 ലാംഗ്വേജും വരുന്നുണ്ട്. അതുപോലെ ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലി കാണിക്കുന്ന ആ ഒരു ഇതെല്ലാം നമ്മൾ ഇത് ഷൂട്ട് ചെയ്തത് ട്രിവാൻഡ്രം അനന്തൻകാട് അവിടെയാണ്, ആ ഏരിയയിലല്ലേ? ട്രിവാൻഡ്രത്താണ് ബേസ് നടക്കുന്നത്. ശ്രീലങ്കൻ പോർഷൻ എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് അതിനടുത്താണ്. അതിന്റെ സെറ്റ് ഒക്കെ എന്ത് സെറ്റാണ് ലൈക്ക് ആ ഒരു അതിന് ഏറ്റവും വലിയ താങ്ക്സ് കൊടുക്കേണ്ടത് ആർട്ട് ഡയറക്ടറാണ്. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ രഞ്ജിത്ത് കോത്തേരി. അത് സിനിമ കണ്ടാൽ അറിയാലോ, അതിനകത്ത് ഇട്ടേക്കുന്ന എല്ലാം മിക്കവാറും അത് ഈ 91 ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തൊക്കെയാണ്. ഒറിജിനൽ ലൊക്കേഷൻസ് കുറവാണ്. ഇപ്പൊ ആ സെറ്റ് 91 ട്രിവാൻഡ്രം 91 ഫുള്ള് സെറ്റിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അത് അതെ അപ്പൊ അത് ഒറിജിനൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് ഭയങ്കര അവിടെ നടക്കുന്ന പോലെ ഒരു ശ്രീലങ്കൻ ആസ്പെക്റ്റില് കാണുന്ന പോലെ. തമിഴ്നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഷൂട്ട്സ് ശ്രീലങ്കയ്ക്ക് അടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുമ്പോ ആര്യ സാറിന്റെ കുറെ ഫേവറേറ്റ് മൂവീസ് പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രാജാറാണി. ആര്യ സാറിന്റെ പേഴ്സണൽ ഫേവറേറ്റ് I like all my movies. I like Rajarani, Sarpata Parampara, Madras Patnam, all these films. It's like നമ്മള് തമിഴ് മൂവീസ് ആണെങ്കിലും ഇറ്റ് ഈസ് ബീങ് സെലിബ്രേറ്റഡ് ഇൻ മലയാളി ഓഡിയൻസിന്റെ ഇടയിലും എല്ലാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ബൈലിംഗ്വൽ മൂവി ഇറക്കാൻ തന്നെ അതൊരു റീസൺ ആണോ? കാരണം മലയാളി ഓഡിയൻസിനും തമിഴും വരുന്നു, മലയാളവും വരുന്നു, 2 ഫേസും കാണിക്കുന്ന ഒരു മൂവിയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോട്ട് വന്നത് ആ ഒരു കോൺഫിഡൻസ് ഉള്ള ഈ തമിഴ് മലയാളത്തിന് വേണ്ടി അങ്ങനെ ഒരു തോട്ട് വന്നതല്ല. ഈ കഥ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വെട്രി എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായി. അത് തമിഴിൽ നിന്ന് വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് വരുമ്പോ ആദ്യം ഇതിന്റെ ആരായിരിക്കും വെട്രി എന്ന് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഹരി സാർ തന്നെയായിരുന്നു ഫസ്റ്റ് ചോയ്സ്. അങ്ങനെ ഹരി സാറിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. അപ്പൊ കഥ ഉണ്ടാവുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ്. ഇല്ല അതിന്റെ ഒരു തമിഴ് മലയാളം ചെയ്യാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു സിനിമ അല്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തമിഴ് മൂവീസും there are lot of തമിഴ് മൂവീസ് അത് മലയാളി ഓഡിയൻസ് വാച്ച് ചെയ്യുന്ന നേരെ തിരിച്ചും. പക്ഷെ ഇത് എല്ലാ ഓഡിയൻസിനും
ഈസിലി കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ്. ആൻഡ് ഈ അനന്തൻ കാട് എന്നുള്ള പേര് ഭയങ്കര, ഈ സ്ഥലം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട്, ഇങ്ങനെ ഒരു കാട്? തിരുവനന്തപുരത്തിന്റെ പഴയ പേരാണ്, വളരെ പുരാതനമായിട്ടൊരു പേരാണ് ഈ അനന്തൻകാട് എന്ന് പറയുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് അതിലുള്ള പേരാണ് അനന്തൻകാട്. ആ ചരിത്രത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് അനന്തൻകാട് എന്നാണ് തിരുവനന്തപുരത്തെ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും ഒരു ആക്ഷൻ മൂവി ആണല്ലോ, ഇവരെയൊക്കെ കോപ്പറേറ്റ് ചെയ്ത് അത് ഷൂട്ട് ചെയ്യാ എന്ന് പറയുമ്പോൾ ഈ ഡ്രംസിന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ട് ചോദിക്കാം. ഇല്ല, ഇവരെ വെച്ച് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നിട്ട് ആ ഇന്റർവൽ പഞ്ചിൽ കുറച്ച് കാളകളൊക്കെ ഉണ്ട്, 100-200 കാള. അതെ, അതെല്ലാം ഒറിജിനൽ കാളകളാണ്. അതിലും എന്നും CG സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അതില്. അതുകൊണ്ടാണ് അത് അങ്ങനെ. അപ്പം അതിനെയൊക്കെ ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് തുറന്നു വിടുക, ഇവരുടെ ഇടയിലേക്ക് ഓടുക. ആരി സാറൊക്കെ ആ സീക്വൻസിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കാള വരുന്ന ആ ഷോട്ടും ഇപ്പൊ എല്ലാം പറഞ്ഞു കഴിയുമ്പോ പകുതി എത്തുമ്പോ തന്നെ കട്ട് വിളിക്കും. അല്ല, കാള ഓടിയുള്ളൂ. ആക്ഷൻ വരുമ്പോ കാള ഓടും. ഷോട്ട് റെഡി ആയില്ലെങ്കിൽ സാറ് കട്ട് വിളിക്കും. എവിടെ കാള കേൾക്കൂലല്ലോ, കാള ഓടും. പിന്നെ എല്ലാ കാളേനെയും തിരിച്ചു കൊണ്ടുവന്നിട്ട് അതേ പൊസിഷനിൽ കൊണ്ട് നിർത്തണം. അപ്പഴത്തേക്കും രാത്രി 2 മണി കഴിയും. അങ്ങനെ കുറെ പാടുപെട്ടു അത് ഷൂട്ട് ചെയ്യാനായിട്ട്. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഭയങ്കര സീക്വൻസ് ഒക്കെ? അങ്ങനെയുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. എന്റെ തുടക്കത്തിലുള്ള ജാഫ്ന സീക്വൻസ്, എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സീക്വൻസിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് ആരി സാറാണ്. അതാ ഞാൻ സാറിനോട് ചോദിച്ചത്. ഈ മൂവിയില് ഇപ്പൊ സാർ ഒത്തിരി ആക്ഷൻ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ഡിഫറെന്റ് സീൻസ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ കാളയുടെ സീൻ, ഇതൊക്കെ പറഞ്ഞ സ്പോയിലർ ആവോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഞാൻ അതാ ചോദിച്ചത്, വാട്ട് ഈസ് യുവർ ടഫസ്റ്റ് സീൻ? ഇത് കുറച്ച് ടഫ് ആണല്ലോ ചെയ്യാന്ന് തോന്നിയ ഒരു സീൻ ഏതാ? എക്സിക്യൂഷൻ ടഫ് ആയിരുന്നു മറ്റേ ഇന്റർവെൽ ബ്ലോക്ക്. സോ ഇപ്പൊ സാർ പറഞ്ഞ ആ സീക്വൻസ് അത് ഇതുവരെ ചെയ്യാത്ത ഒരു ജോണർ ഇതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കാളകളായിട്ടുള്ള ഒരു അത് ടഫാണ്. പിന്നെ അത് ചെയ്യണമല്ലോ, അപ്പൊ അത് ചെയ്തു. പക്ഷെ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാനും നമുക്കൊരു ഗട്സ് വേണമല്ലോ. കാരണം ഈ മൃഗങ്ങളൊന്നും നമ്മൾ പറഞ്ഞ അനുസരിക്കില്ലല്ലോ. ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാരും നിങ്ങളൊരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു മൃഗത്തിനെ കൊണ്ടുവരാ, അതിനെ അനുസരിപ്പിക്കാന്ന് പറയുന്നത് ഒരു ടഫ്. അനുസരിച്ചില്ല, സാറ് പറഞ്ഞല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ഈ പറയുന്ന പോലെ കുറെ ബാക്ക് ഡ്രോപ്സിൽ വരുന്ന ഈ പോസ്റ്ററിൽ വരുന്ന ഈ സീൻസ് ഒക്കെ ഏകദേശം നമ്മൾ ആ തിയേറ്ററിൽ കണ്ടു. ഈ ഫയർ, പുക, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. അപ്പൊ ഇതിന്റെ VFX എഡിറ്റിംഗ് ആ ഒരു ഇതിലേക്ക് പോവാണെങ്കിലും BGMലേക്ക് പോവാണെങ്കിലും അതാണ് ശരിക്കും ഈ മൂവിന്റെ ആ ഒരു ജേർണിനെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. ഇത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ പറയാൻ കാരണം തന്നെ ആ BGM ആണ്. സോ ഹൗ ഇസ് ദ സോങ് ഏരിയ ആൻഡ് ആ ഒരു പാട്ടിലേക്ക് നോക്കുമ്പോ BGM ചെയ്ത അജിനീഷാണ്. അജിനീഷ് ലോകനാഥ് ഫസ്റ്റ് മലയാളത്തിൽ കാന്താരയൊക്കെ ചെയ്ത അജിനീഷാണ് എന്റെ മ്യൂസിക്. അപ്പൊ അജിനീഷും ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു 4-5 മാസമായിട്ട് ട്രാവൽ ചെയ്തു. അപ്പൊ അജിനീഷിനെ ഈ സിനിമ ഏൽപ്പിക്കുമ്പോ എനിക്കറിയാം അജിനീഷ് അത് ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി തരുമെന്ന്, അത് കൃത്യമായി തരികയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അജിനീഷിലേക്ക് പോകുന്നത്. അത് കൃത്യമായിട്ട് ഇതിനകത്ത് വളരെ ഒരിടത്ത് മാത്രം നിൽക്കുന്ന കഥയല്ല. പല സ്ഥലങ്ങളിൽ ഇപ്പം ഫസ്റ്റ് സീക്വൻസ് ആയാലും ഇന്റർവെൽ ആയാലും അതിനുശേഷം ഇങ്ങനെ മാറിപ്പോകുന്നതുകൊണ്ട് അത് ആ മ്യൂസിക് എല്ലാം വ്യത്യസ്തമായിരിക്കണം. അപ്പൊ അത് അജിനീഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ എഡിറ്റിംഗ് VFX അതും ഇസ് വെരി നൈസ്. അതാണ് ഈ മൂവിയുടെ ഒരു ഹാപ്പി പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു സെലിബ്രേഷൻ അതാണെന്നുള്ളത്. അപ്പൊ ആ ഏരിയയിലേക്ക് വരുമ്പോ VFX ഈ കാണുന്നതെല്ലാം സെറ്റാണ്. അത് ആർട്ട് ഡയറക്ടർ അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ആർട്ട് ഡയറക്ടർ ചെയ്തതുപോലെ തന്നെ അതിന്റെ VFXന് സപ്പോർട്ടും ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിനോയി എന്ന് പറഞ്ഞിട്ട് ടൈം എഫക്സിന്റെ ട്രിവാൻഡ്രത്തുള്ള ഒരു കമ്പനിയാണ് VFX ചെയ്തേക്കുന്നത്. പക്ഷെ അവരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഇപ്പൊ ഈ കാളകള് ഓൾമോസ്റ്റ് 250 കാളകൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയില് VFX ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ബ്ലെൻഡായി പോണം. അതെ, അപ്പൊ നമുക്കത് VFX ആയിട്ട് തോന്നിയില്ല. അവിടെയാണ് അതിന്റെ അത് ബ്ലെൻഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് അവര് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ആണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ കാണാനുമുണ്ട്. ആൻഡ് എന്തായാലും ഭയങ്കര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ സാറിനാണെങ്കിലും നമുക്ക് മലയാളത്തിൽ
ജീവിതത്തിൽ ഒന്നും കൂടെ കാണാൻ പറ്റിയതിൽ വി ആർ വെരി ഹാപ്പി. വി ആർ എക്സ്പെക്ടിങ് അല്ലെ ഇനിയും കുറെ മൂവീസ് ഇതുപോലത്തെ. കാരണം അനന്തങ്കാട് കണ്ടപ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ വന്നു. ഇപ്പൊ എല്ലാവരും അതിലെ സ്റ്റാർ കാസ്റ്റിലെ എല്ലാവരിലേക്കും നമുക്കൊരു ബെഞ്ച് മാർക്ക് വന്നിട്ടുണ്ട്. പനിച്ചേട്ടാ ഇനി ചേട്ടന്റെയും നമ്മൾ ഇതുപോലത്തെ മാസ് എന്റർടൈൻമെന്റ് മൂവീസ് കാണണം. ആൻഡ് അനന്തൻകാട് ഇനിയും ഇപ്പൊ വീക്കെൻഡ് ആണ് വരണത്, വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടട്ടെ. എല്ലാവിധ ആശംസകളും ഫോർ അനന്തൻകാട് ആൻഡ് ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.